ഞങ്ങൾ മത്സരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിജയപ്രതീക്ഷയാണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും എല്ലാവർക്കും വലിയ വിജയപ്രതീക്ഷയാണ്. പിന്നെ വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാലോ. അതെ അല്ലേ, അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങളൊരു സൗഹാർദ്ദ മത്സരമല്ലേ, എല്ലാവരും സുഹൃത്തുക്കളും എല്ലാവരും അമ്മയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ എല്ലാവരും അതിനകത്ത് നിൽക്കാൻ പറ്റുന്നതിൽ വന്ന് ചിലർ പിൻവലിച്ചു. അങ്ങനെ എല്ലാവരും സുഹൃത്തുക്കളാണ്. അതിന് അല്ല, അങ്ങനെ ഞാനതിനെ കുറിച്ചിട്ട് ഇപ്പോഴല്ലല്ലോ പറയണ്ടേ. വന്നിട്ട് ഞാൻ യോഗ്യനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നെ തിരഞ്ഞെടുക്കും. അല്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം. അതിനകത്തൊക്കെ വന്ന് കാര്യങ്ങളും ന്യായങ്ങളും എല്ലാം വന്ന് ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോഴും ഇവൻ ആ സ്ഥാനത്ത് കയറി ബസ് വിട്ടേ, കുറെ ബസ് മൂലക്കൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ ഭയങ്കര എല്ലാ സുഹൃത്തുക്കളും നിന്ന് നമ്മൾ മത്സരിക്കല്ലേ. അപ്പൊ പിന്നെ അവിടെ തന്നെ നിൽക്കുക സ്റ്റോപ്പായിട്ട്. സ്റ്റാർട്ട് വിട് വണ്ടി വിട്, അടുത്ത വണ്ടിയിലേക്ക് പോ. അതല്ലേ, അത് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ സഹോദരിയും സഹോദരന്മാരുമാണ്. അതിൽ നിങ്ങളിങ്ങനെ ഞങ്ങളൊരു വേർതിരിവൊന്നും ഉണ്ടാക്കരുത്. ശരിക്കും അറിയാം, വനിത എന്നല്ല, ഞങ്ങൾ എല്ലാവരും സഹോദരന്മാർ തമ്മിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത് വനിതയാന്ന് നിങ്ങൾ പറയോ? നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ? ഉണ്ടോ? നീ വനിതയാണ് ഞാൻ ആണാണെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അത് തന്നെയാണ്, ഞങ്ങളൊരു കുടുംബമല്ലേ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങളെന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ ഒരു കുടുംബമാണ്, അഭിനേതാക്കളുടെ ഒരു കുടുംബമാണ്. അവിടെ നിങ്ങളിങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കല്ലേ. മനസ്സിലായ? എന്തെങ്കിലും ഒരു പ്രശ്നം ഞങ്ങളുടെ സഹോദരിമാർക്ക് ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടും, 100% ഇടപെടും. ഇല്ലേ? അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമർശനമാണ്. മനസ്സിലായ? ഇത് എന്താണ്? ഇതൊരു കൂട്ടായ്മ. നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസോസിയേഷൻ എന്തിനു വേണ്ടിയാണ്? ഇറ്റ്സ് എ വെൽഫെയർ അസോസിയേഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസോസിയേഷനാണ്. അതിന് ആർക്കൊക്കെ വന്നിട്ട് ആഗ്രഹമുണ്ടോ അവരൊക്കെ മുമ്പിലേക്ക് വരും. ആരെയൊക്കെ വന്നിട്ട് ഞങ്ങൾ നിന്നാൽ ഞങ്ങളെ രക്ഷിക്കാൻ വായിക്കുമെന്നുള്ളവരെയൊക്കെ നമ്മൾ തലപ്പത്ത് പിടിച്ച് ഇരുത്തുകയും ചെയ്യും. നമ്മുടെ ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി അവരെല്ലാം നമുക്ക് ആവശ്യമാണ്. അവർ നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ ഓടുകയുള്ളൂ. അപ്പം മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി അങ്ങനെയുള്ള ഒരു താരനിര, അതുകൂടാതെ യുവതാരനിര, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ അമ്മയിലിരിക്കുന്ന മറ്റംഗങ്ങളെയും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടുംബമാണ് ഇവിടെ. അവിടെ നിങ്ങളൊരു വേർതിരിവ് ഉണ്ടാക്കാൻ ഒന്ന് ചുമ്മാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നടപ്പാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞോ. എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന എല്ലാവർക്കും. ആരെങ്കിലും വന്ന് തോക്കെന്ന് പറഞ്ഞ് നിൽക്കുമോ? എനിക്ക് വയ്യ. അല്ല, ആരെങ്കിലും എന്റെ ഓപ്പോസിറ്റ് നിൽക്കണ വന്നിട്ട് വിജയിക്കുന്ന പറഞ്ഞാൽ നിൽക്കണേ, ഞാനും വിജയിക്കുന്ന പറഞ്ഞല്ലേ നിൽക്കണേ. എല്ലാവരും അതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വിളിച്ചത് നമുക്ക് വോട്ട് തന്നെ നമ്മൾ പറയും. അല്ല, സാധ്യതയുള്ളവരെല്ലാവരും വരും. അവർക്ക് അസൗകര്യങ്ങളില്ലെങ്കിൽ. കാരണം കുറച്ച് മുമ്പ് നമുക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ദൂരദേശത്തുള്ളവരെല്ലാം എത്രത്തോളം എത്തും എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വന്നിട്ട് എന്നിട്ടും അവർ കഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും എത്തുന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് നമ്മൾ. കാരണം ഞങ്ങൾക്ക് ആക്ച്വലി വന്നിട്ടില്ല, ഇപ്പോൾ ഒരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരാണ് അവർക്കേ അറിയാവുള്ളൂ കൂടുതൽ ഇതിന്റെ ചട്ടങ്ങളും കാര്യങ്ങളും, അല്ലേ? പിന്നെ നമ്മൾ നിങ്ങളുമായിട്ടുള്ള സൗഹൃദം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചുമ്മാ പറഞ്ഞു. അതിനാ ഇതെന്ത് പടക്കക്കടയോ? എനിക്ക് ഓരോ അല്ല കൊള്ളാണ്ടോ. താങ്ക് യു. ഓക്കെ, അടിച്ചു വിളിക്കും.